And although it's not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിത് പഠിക്കാനുള്ള ഡിഡക്ഷൻസ് ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് വരുന്ന ഡിഡക്ഷൻസ് ആണ്. അത് 80C മുതൽ 80U വരെ സെക്ഷൻസ് വരുന്നുണ്ട്. അതിൽ കുറച്ച് സെക്ഷൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. 80C, 80CCC, 80CCD, 80D, 80DD, 80DDB, 80E ഇത്രയും സെക്ഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം എന്താ ഡിഡക്ഷൻസ് നോക്കാം. ചാപ്റ്റർ 6A അതിലാണ് ഡിഡക്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 6A കണ്ടെയ്ൻസ് ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്? നമ്മൾ എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് മൈനസ് ചെയ്യാനുണ്ട്. സിമ്പിളായിട്ട് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് നമുക്ക് മൈനസ് ചെയ്തിട്ട് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ ഇൻകത്തിന്റെ മേലെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ മൈനസ് ചെയ്യുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ദീസ് ഡിഡക്ഷൻ കം അണ്ടർ സെക്ഷൻ 80C to 80U. അപ്പോൾ സെക്ഷൻസ് പറയുന്നത് 80C മുതൽ 80U വരെയുള്ള സെക്ഷൻസിലാണ് ഈ ഡിഡക്ഷൻസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ദ ടോട്ടൽ ഡിഡക്ഷൻ കനോട്ട് എക്സീഡ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഒരാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനെക്കാട്ടി കൂടുതൽ ഒരിക്കലും ഡിഡക്ഷൻ വരാൻ പറ്റില്ല അല്ലേ. അപ്പം നെഗറ്റീവായി വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാൻ പാടില്ല. ദസ് an SSC cannot have a loss as a result of the deductions. ഇപ്പോൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഇൻകത്തിന് പകരം അവിടെ ലോസ് ഉണ്ടാവാൻ പാടില്ല. ഗ്രോസ് ടോട്ടൽ ഇൻകം excludes long-term capital gain, short-term capital gain on shares on which security transaction tax has paid and casual income. അപ്പോൾ ഇതിലൊന്നും ഡിഡക്ഷൻസ് വരുന്നില്ല. ഇതിന് നമ്മൾ സെപ്പറേറ്റ്ലി ടാക്സബിൾ ആണ്. The following are the important deductions allowed under the Act. അപ്പോൾ ഏതൊക്കെ ഡിഡക്ഷൻ ഓരോ സെക്ഷൻ വൈസ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് 80C, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്പെസിഫൈഡ് അസറ്റ്. ചില പ്രത്യേക അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് 80Cയിൽ പറയുന്ന ഡിഡക്ഷൻസ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 80C പ്രൊവൈഡ്സ് ഫോർ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം സേവിങ്സ് ഇൻ സ്പെസിഫൈഡ് അസറ്റ്സ്. നമ്മൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് അസറ്റ്സ് പറയുന്നുണ്ട്. അതിലുള്ള സേവിങ്സ് നമ്മൾ അതിൽ സേവ് ചെയ്യുന്നതിന് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഈസ് അവൈലബിൾ ഓൺലി ടു ഇൻഡിവിജ്വൽസ് ആൻഡ് HUF. ഇത് രണ്ട് പേർക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് ഇൻഡിവിജ്വൽസിനും ഒന്ന് HUFനും ഈ സെക്ഷനിൽ പറയുന്ന ഡിഡക്ഷൻസ്. ദ മാക്സിമം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C അലോങ് വിത്ത് സെക്ഷൻ 80CCC ആൻഡ് സെക്ഷൻ 80CCD is rupees 1,50,000. അപ്പോൾ ഈ സെക്ഷന് ഒരു മാക്സിമം ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ മാക്സിമം ലിമിറ്റ് 80Cയും നമുക്ക് ഇനി പഠിക്കാനുള്ള 80CCCയും അതേപോലെ തന്നെ 80CCDയും ഇത് മൂന്നും കൂട്ടിയിട്ടുള്ള മാക്സിമം ലിമിറ്റ് 1,50,000 ആണ്. ഇപ്പം നമുക്ക് ഈ ഡിഡക്ഷൻ്റെ 80Cയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2 lakh വരുവാണെങ്കിൽ നമ്മളിത് 1,50,000 മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം ലിമിറ്റ് അവിടെ കിടപ്പുണ്ട്. ഇനി 80Cയിൽ വരുന്ന എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഡിഡക്ഷൻ എലിജിബിൾ ആയിട്ടുള്ള നോക്കാം. ഒന്നാമത്തത് പ്രീമിയം പെയ്ഡ് ഓൺ ഇൻഷുറൻസ് ഓൺ ദ ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ. എന്ന് വെച്ചാൽ LIC എടുക്കുന്നില്ലേ, നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ മേലെ നമ്മൾ അടിച്ചിരിക്കുന്ന പ്രീമിയം. അത് ആരുടെയൊക്കെ പേരിലെടുക്കാം? ഇൻഡിവിജ്വൽ ഓർ ചൈൽഡ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് HUF എനി മെമ്പർ. ആ പേഴ്സണും അതേപോലെ തന്നെ ചിൽഡ്രനും അവരുടെ പേരിലെടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതേപോലെ HUFൻ്റെ കേസിൽ ഇത് HUFന് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ HUFൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം അവിടെ മെമ്പർ ഏത് മെമ്പറിൻ്റെ പേരിലും നമുക്ക് എടുക്കാം. ഹൗവർ the deduction is limited to 20% of sum assured or actual premium paid, whichever is less if policy was issued before 1/4/2012. പോളിസി ഇഷ്യൂ ചെയ്ത ഡേറ്റ് നമുക്ക് തരുവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 1/4/2012 മുന്നത്തെ പോളിസിയാണ്, അതിന് മുന്നേ എടുത്ത പോളിസി ആണെങ്കിൽ നമുക്കവിടെ സം എഷ്യൂർഡ് തരും. സം എഷ്യൂർഡിൻ്റെ 20% മാത്രമേ നമുക്ക് മാക്സിമം മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് 1 lakh ആണ് തന്നിരിക്കുന്നത്. നമ്മൾ അടച്ചിരിക്കുന്ന പ്രീമിയം 25,000 ആണെന്ന് പറയുകയാണെങ്കിൽ 1 lakhൻ്റെ 20% നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. 20,000 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 25,000 തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് കാൽക്കുലേഷനിൽ എടുക്കേണ്ടത് 20,000 മാത്രമാണ്. ബട്ട് ഇഫ് ദ പോളിസി വാസ് ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ ദ ഡിഡക്ഷൻ
and is limited to 10% of sum assured. ഇനി 1/4/2012 ശേഷമുള്ള പോളിസി ആണെങ്കിൽ 10% മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ലാക്ക് നമ്മൾ സം അഷ്യൂർഡ് ആണെങ്കിൽ അതിൻ്റെ 10,000 മാത്രമേ ശരിക്കും ആ വർഷം നമുക്ക് പോളിസി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അടച്ചാലും അത് മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് രണ്ടാമത്തെ പറയുന്നത് പ്രീമിയം പേ ടു ദ എഫക്ട് ആൻഡ് keep in force a contract for deferred annuity on the life of the assessee and or his or her spouse or child. അതേപോലെ ഡെഫേർഡ് ആന്യൂറ്റിയുടെ നമ്മുടെ ലൈഫ് മീൻസ് അതിൻ്റെ പേയ്മെൻ്റ് ആണ് പറയുന്നത്. അത് സ്പൗസിനും ചൈൽഡിനും ആപ്ലിക്കബിൾ ആണ്. സച്ച് കോൺട്രാക്ട് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി പ്രൊവിഷൻ ഫോർ ദ എക്സൈസ് ബൈ ദ ഇൻഷുർഡ് of an option to receive cash payment in lieu of payment of annuity. ഇപ്പോൾ ആന്യൂറ്റിക്ക് പകരം ക്യാഷ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ആ കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല, മീൻസ് അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത ആന്യൂറ്റി പേയ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് amount deducted by or on behalf of government from the salary of the government employee for deferred annuity or making provision for his spouse or children, the sum deducted cannot exceed 1/5 of salary. അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറിന്ന് ചിലപ്പം അവർക്ക് ഈ ആന്യൂറ്റിക്ക് വേണ്ടിയിട്ട് മൈനസ് ചെയ്യും. അപ്പം അങ്ങനെ എമൗണ്ട് മൈനസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. പക്ഷെ അവിടെ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്, സം ഡിഡക്റ്റഡ് കനോട്ട് എക്സീഡ് 1/5 ഓഫ് സാലറി. സാലറിയുടെ 1/5 മാത്രമേ നമുക്ക് മാക്സിമം മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ടു എനി പ്രൊവിഡൻറ്റ് ഫണ്ട് വിച്ച് ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് അപ്ലൈസ്. അപ്പം നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 അപ്ലൈ ചെയ്യുന്ന ഏത് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണെങ്കിലും നമുക്ക് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു PPF സബ്ജക്ട് ടു മാക്സിമം ഓഫ് 1,50,000 ഫോർ എ ഇയർ. അതുപോലെ PPF പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യാം. അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1,50,000 ഫോർ എ ഇയർ ആണ്. അതിന് നെക്സ്റ്റ് 6th വണ് നോക്കാം. കോൺട്രിബ്യൂഷൻ ബൈ എൻ എംപ്ലോയി ടു എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമ്മൾ RPFൻ്റെ കാൽക്കുലേഷൻ സാലറിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയറിനെ മാത്രമല്ലേ നമ്മൾ ടാക്സബിൾ ആക്കുന്നുള്ളൂ. അപ്പോൾ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ RPFലേക്ക് വരുന്ന റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള, അത് നമ്മൾ ഇവിടെയാണ് എടുക്കേണ്ടത്. ഡിഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് 7th കോൺട്രിബ്യൂഷൻ ബൈ എൻ എംപ്ലോയി ടു എൻ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അതേപോലെ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് അപ്രൂവ്ഡ് ആയിരിക്കണം. അപ്പോൾ അതാണെങ്കിൽ അതും നമുക്ക് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ ടു നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് എയ്ഡ് ഇഷ്യൂ ആൻഡ് ഇൻട്രസ്റ്റ് അക്രൂഡ് ദെയറോൺ. അതുപോലെ NSCയിലേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ മൈനസ് ചെയ്യാം. ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് മൈനസ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ടു NSS 1992, അതേപോലെ തന്നെ NSS 1992 വരുന്നതും നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. നെക്സ്റ്റ് 10th പറയുന്നത് കോൺട്രിബ്യൂഷൻ ഇൻ ദ നെയിം ഓഫ് SSC ആൻഡ് ഓർ ഹിസ് or her spouse or child for participation in any unit linked insurance plan UTI or LIC. ഇപ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് SSC ആവാം, അതേപോലെ സ്പൗസ് ആവാം, അല്ലെങ്കിൽ ചൈൽഡിൻ്റെ പേരിലുള്ളതാവാം. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ടു അപ്രൂവ്ഡ് ആന്യൂറ്റി പ്ലാൻ ഓഫ് LIC. അതേപോലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള LICയുടെ ആന്യൂറ്റി പ്ലാൻസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ആ വർഷം ഇൻവെസ്റ്റ് ചെയ്തത് മാത്രമേ നമുക്ക് അതിൽ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ന്യൂ ജീവൻധാര എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. അപ്പോൾ അതുപോലത്തെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പോളിസീസ് ആണ് പറയുന്നത്. 12th സബ്സ്ക്രിപ്ഷൻ ടു എനി യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം. മ്യൂച്വൽ ഫണ്ടിലുള്ള ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള സേവിംഗ് സ്കീമിലേക്ക് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നെക്സ്റ്റ് 13th പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു എ പെൻഷൻ ഫണ്ട് സെറ്റപ്പ് ബൈ എ മ്യൂച്വൽ ഫണ്ട് ത്രൂ നമ്മൾ പെൻഷൻ ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ മൈനസ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ടു നാഷണൽ ഹൗസിംഗ് ബാങ്ക്സ് ടേം ഡെപ്പോസിറ്റ് സ്കീം. ഇപ്പം നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ പേരിൽ വരുന്ന ടേം ഡെപ്പോസിറ്റ് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മൈനസ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ടു പബ്ലിക് ഡെപ്പോസിറ്റ് സ്കീം ഹഡ്കോയുടെ പബ്ലിക് ഡെപ്പോസിറ്റ് സ്കീം. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യാം. നെക്സ്റ്റ് 16th പറയുന്ന പേയ്മെന്റ് ഓഫ് ട്യൂഷൻ ഫീ ബൈ ആൻ ഇൻഡിവിജ്വൽ SSC
to the any university, college, school in India for the purpose of full-time course of any is 2 children. ഇപ്പോൾ 2 കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അടച്ച ട്യൂഷൻ ഫീ അത് ഇന്ത്യയിലായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് പറയുന്നുണ്ട്. 2 കുട്ടികൾക്ക് മാത്രമേ അത് ആപ്ലിക്കബിളും ആവുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡിഡക്ഷനിൽ മൈനസ് ചെയ്യാം. നെക്സ്റ്റ്, എനി പേയ്മെന്റ് മെയ്ഡ് ടുവാർഡ്സ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ഒരു ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുകയാണ്. അതിലേക്ക് നമ്മൾ അടച്ചിരിക്കുന്ന എനി പേയ്മെന്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഇൻസ്റ്റാൾമെന്റ് റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ ടു എ ഹൗസ് ഫിനാൻസിങ് കമ്പനി. ഇപ്പോൾ ഹൗസ് ഫിനാൻസിങ് കമ്പനിക്ക് വേണ്ടി നമ്മൾ അടച്ചിരിക്കുന്ന ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് അതും അതിൽ വരും. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ ആൻഡ് അതർ എക്സ്പെൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫറിങ് സച്ച് പ്രോപ്പർട്ടി ടു ദ അസസി. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീയും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആവും. ഇപ്പോൾ പുതിയൊരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യോ ചെയ്യുന്നതാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ആ അസസ്മെന്റ് ഇയറിൽ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്തൊക്കെ പേയ്മെന്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതും അതേപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീയും ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് എടുക്കാം. ഇപ്പോൾ ഹൗസിംഗ് ലോൺ എന്ന് പറയും, ഹൗസിംഗ് ലോണിൻ്റെ ഇൻസ്റ്റാൾമെന്റ് റീപേയ്മെന്റ് എത്രയാണ് വരുന്നത് അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ ടു ഇക്വിറ്റി ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് എനി എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഇപ്പോൾ CBDT അപ്രൂവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഇക്വിറ്റി ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സിലുള്ള സബ്സ്ക്രൈബ് ചെയ്യാം. അത് പർച്ചേസ് ചെയ്യുന്നതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടേം ഡെപ്പോസിറ്റ് ഫോർ എ പീരിയഡ് നോട്ട് ലെസ് ദാൻ 5 years വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ ടേം ഡെപ്പോസിറ്റ് വെക്കുവാണ്. അത് മിനിമം 5 yearsനേക്കുള്ള ഡെപ്പോസിറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, 5-year ടൈം ഡെപ്പോസിറ്റ് അണ്ടർ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് റൂൾസ് 1981. അതുപോലെ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് റൂളിൽ വരുന്ന 5-year ടൈം ഡെപ്പോസിറ്റ് 5 ഇയറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോസ്റ്റ് ഓഫീസ് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാറില്ലേ, അത് 5 ഇയറിലേക്കുള്ള ഫിക്സഡ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യും. സബ്സ്ക്രിപ്ഷൻ ടു എനി ബോണ്ട് ഇഷ്യൂഡ് ബൈ നബാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത്ര എമൗണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡെപ്പോസിറ്റ് ഇൻ ആൻ അക്കൗണ്ട് അണ്ടർ ദ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം റൂൾസ് 2004. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. ഡെപ്പോസിറ്റ് ഇൻ സുകന്യ സമൃദ്ധി അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ATCയിൽ വരുന്നത്. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1,50,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. നിങ്ങൾക്ക് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ATCയിലെ ഡിഡക്ഷൻ മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് കാൽക്കുലേഷൻ്റെ അകത്ത് ATCയിലെ കുറച്ച് ഐറ്റംസ് തരാം. അപ്പം നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ATCയുടെ കാൽക്കുലേഷൻ മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ തരുന്നത്. ഒന്നാമത്തെ നമുക്ക് അത് തന്നിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ സെൽഫ് 25,000, സം അഷ്യൂർഡ് 5 lakh. അപ്പം നമ്മൾ നോക്കണം അതിന് എത്ര സം അഷ്യൂർഡിൻ്റെ പെർസെൻറ്റേജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വൈഫ് 20,000, സം അഷ്യൂർഡ് 1,50,000, മേജർ സൺ 18,000, സം അഷ്യൂർഡ് 5 lakh, മാരീഡ് ഡോട്ടർ 16,000, സം അഷ്യൂർഡ് 2 lakhs, ഫാദർ 10,000, സം അഷ്യൂർഡ് 3 lakhs. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക് ഫോർ 6 years. 6 yearsലേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ് ആണ്. ഇപ്പോൾ 2 lakhs ആണ് എമൗണ്ട്. നെക്സ്റ്റ്, കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് 50,000. അപ്പം നമുക്ക് ആരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നില്ല, അപ്പം നമുക്ക് SSCയുടെ കോൺട്രിബ്യൂഷൻ തന്നെ അസംഷനിൽ കാണിക്കേണ്ടി വരും. നെക്സ്റ്റ്, NSC 8 ഇഷ്യൂ പർച്ചേസ്ഡ് ഇൻ December 2019 1 lakh. നെക്സ്റ്റ്, റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ തന്നിട്ടുണ്ട് 1,50,000. കോൺട്രിബ്യൂഷൻ ടു യുലിപ്പ് തന്നിട്ടുണ്ട് 10,000. ഇത്ര ഇൻഫർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ATCയിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം, അതെല്ലാം കൂടി ആഡ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം. 1,50,000 ആണ് നമ്മുടെ മാക്സിമം ലിമിറ്റ്. അതിൽ കൂടുതൽ നമ്മൾ ഈ ആഡ് ചെയ്ത എമൗണ്ട് വരുവാണെങ്കിൽ നമ്മുടെ ATC ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എമൗണ്ട് 1,50,000 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്തായാലും നമുക്ക് ഇയർ ഒന്നും തന്നിട്ടില്ല, അപ്പം നമ്മൾ 10% ആയിട്ട് എടുക്കണം. ഇയർ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുന്നത്തെ ആണോ നോക്കി 20% എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇയർ തന്നിട്ടില്ലെങ്കിൽ 10% ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സം ഇഷ്യൂർഡിൻ്റെ 10% ആണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം എടുക്കാൻ പറ്റും സെൽഫ് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്ന സമയത്ത് നോക്കേണ്ടത് ഇൻഡിവിജ്വൽ അയാൾക്ക് എടുത്തത് എടുക്കാം, വൈഫിനുള്ളത്
വൈഫ് അല്ല, ഹസ്ബൻഡ് ഓർ വൈഫ്, സ്പൗസ്, പിന്നെ ചൈൽഡ്, ഇത്രയും 3 പേരുടെ നമുക്ക് മൈനസ് ചെയ്യാം. ഇപ്പോൾ സെൽഫ് 25,000 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എമൗണ്ട് ഒന്ന് കൺസിഡർ ചെയ്യണം. സം എഷ്യൂർഡ് 5 lakh ആണ്. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 50,000. 50,000 വരെ നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ? അപ്പോൾ 25,000 കംപ്ലീറ്റ്ലി നമുക്ക് എന്തായാലും മൈനസ് ചെയ്യാം. ഏതാണോ കുറവ് അതാണ് എടുക്കുക. ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 25,000. അപ്പോൾ 25,000 നമ്മൾ എടുത്തു. നെക്സ്റ്റ് വൈഫിൻ്റെ 20,000 ആണ് പറയുന്നത്. സം എഷ്യൂർഡ് 1,50,000 ആണ്. 1,50,000 10% എന്ന് പറഞ്ഞാൽ 15,000 ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന എമൗണ്ട് 20,000 ആണ്. ഏതാ കുറവ്? 15,000. 15,000 വേണം അത് എടുക്കാനായിട്ട്. നെക്സ്റ്റ് മേജേഴ്സ് സണ്ണിന് തന്നിട്ടുണ്ട്. മേജർ ആയാലും മാരീഡ് ആയാലും എങ്ങനെയായാലും നമുക്ക് എടുക്കാം. ഇപ്പോൾ മേജർ സണ്ണിന് തന്നിട്ടുണ്ട് 5 lakh ആണ് സം എഷ്യൂർഡ്. അപ്പോൾ 50,000 നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ? 10%. 50,000ഉം നമ്മൾക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 18,000. അപ്പോൾ കുറഞ്ഞ എമൗണ്ട് ഏതാ? 18,000. അതെടുക്കാം. നെക്സ്റ്റ് മാരീഡ് ഡോട്ടറിൻ്റെ തന്നിട്ടുണ്ട് 2 lakh ആണ് സം എഷ്യൂർഡ്. അപ്പോൾ 2 lakhന്റെ 10% 20,000. നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 16,000. ഏതാ കുറവ്? 16,000. അത്ര എടുക്കാം. ഫാദറിൻ്റെ തന്നിട്ടുണ്ട്. ഫാദറിനെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. സ്പൗസ് ഓർ ചിൽഡ്രൻ മാത്രമേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 74,000 നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ഷെഡ്യൂൾ ബാങ്ക് ഫോർ 6 years. നമുക്ക് എലിജിബിൾ ആണ് അല്ലേ? 6 years വരെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ 2 lakh വന്നു കഴിഞ്ഞാൽ 2 lakh കംപ്ലീറ്റ്ലി, അവിടെ വേറെ കണ്ടീഷനൊന്നും ഇല്ല. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് തന്നിട്ടുണ്ട്. അതും നമുക്ക് കണ്ടീഷനൊന്നും ഇല്ല. ഫുള്ളി നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 50,000 അതെടുത്തു. ഇനി NSE 8 ഇഷ്യൂ പർച്ചേസ്ഡ്, അതും നമുക്ക് കംപ്ലീറ്റ്ലി മൈനസ് ചെയ്യാം. അവിടെയും കണ്ടീഷനൊന്നുമില്ല. അപ്പം 1 lakh അവിടെ എടുത്തു. നെക്സ്റ്റ് റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ തന്നിട്ടുണ്ട്. അപ്പോൾ 1,50,000 ആണ്. അവിടെയും കണ്ടീഷനൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. 1,50,000 നമുക്ക് എടുക്കാം. കോൺട്രിബ്യൂഷൻ ടു യുലീപ്പ് തന്നിട്ടുണ്ട്. അതും നമുക്ക് ഫുൾ എമൗണ്ട് 10,000 എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,84,000 ശരിക്കും ക്വാളിഫയിങ് എമൗണ്ട് ഉണ്ടല്ലേ? ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട് 5,84,000 ഉണ്ട്. പക്ഷെ നമുക്ക് മാക്സിമം എത്ര മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ? 1,50,000 മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ATCയിലുള്ള ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1,50,000 ആണ് എഴുതേണ്ടത്. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ATC എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 1,50,000 ആണ്. 5,84,000 അല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ATC നമ്മൾ പഠിച്ചു. ഇനി ATCCCയിൽ വരുന്ന ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് ആണ്. Where the SSE has deposited any amount to a pension fund for any annuity plan of LIC or any other insurance shall be allowed a deduction in computation of his total income. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെൻഷൻ ഫണ്ടിൽ അല്ലെങ്കിൽ ആന്യൂറ്റി പ്ലാനിൽ LICയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഷുറുടെയോ ആന്യൂറ്റി പ്ലാനിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അത് ATCCCയിൽ നമുക്ക് മൈനസ് ചെയ്യാം. ദ മാക്സിമം ഡിഡക്ഷൻ പെർമിസിബിൾ ഈസ് ₹1,50,000. മാക്സിമം ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1,50,000 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ATCയും ATCCCയും ATCCDയും കൂടി 1,50,000 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മാക്സിമം ലിമിറ്റ് നമുക്ക് 1,50,000. ATCCC മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് മാക്സിമം 1,50,000 ആണ്. ഇത് മൂന്നും കൂടിയാണ് 1,50,000. When the lump sum amount or pension is received from the annuity plan, it will be considered as income and chargeable to tax. അപ്പോൾ അതിൻ്റെ lump sum amount നമുക്ക് റിസീവ് ചെയ്യൂലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എമൗണ്ട് നമ്മുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മളതിനെ ടാക്സബിൾ ആക്കി കാണിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ATCCCയിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ATCCD ആണ് വരുന്നത്. A new pension scheme has been introduced to the employees who join service of central or state government on or after 1/4/2004. അപ്പോൾ 1/4/2004 ശേഷം ജോയിൻ ചെയ്തിട്ടുള്ള സെൻട്രൽ ഓർ സ്റ്റേറ്റ് എംപ്ലോയീസിന് സ്പെഷ്യലായിട്ട് ഒരു പെൻഷൻ സ്കീം വന്നിട്ടുണ്ട്. Under the scheme, the employees and the government each will contribute 10% of salary to this fund. അപ്പോൾ ഇതിൽ 10% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 10% എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും, 10% എന്ത് ചെയ്യും? ഗവൺമെൻറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ എംപ്ലോയർ എന്ന് പറഞ്ഞ ഗവൺമെൻറ് ആണല്ലോ. The employees and employers contribution is allowed a deduction in computing total income subject to maximum of 20% of salary, ₹1,50,000. ഇപ്പം 1,50,000 ആണ് മാക്സിമം പറയുന്നത്. അതേപോലെ തന്നെ സാലറിയുടെ 20% കൂടാനും പാടില്ല. അത് സാലറി ഇൻക്ലൂഡ്സ് DA if the terms of employment so provide but not any allowances. ഇപ്പോൾ DA ഫോമിംഗ് പാർട്ട് ഓഫ് പേന്നോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം DA എടുക്കാം, അല്ലെങ്കിൽ സാലറി മാത്രം, വേറെ ഒന്നും ഇതിൽ കാൽക്കുലേഷൻ എടുക്കില്ല. അങ്ങനെയുള്ള സാലറിയുടെ 20% ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. In addition, ₹50,000 can be deducted as employees contribution under section ATCCD
IB over and above the 1,50,000 in NPS. ഇപ്പോൾ ഈ 1,50,000ന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 50,000 എക്സ്ട്രാ നമുക്ക് ചാർജബിൾ ആക്കാമെന്നാണ് പറയുന്നത്. Under section 80CCE, the total deduction under section 80C, 80CCD, CCC and 80CCD cannot exceed 1,50,000. However, the amount contributed by the employer in pension scheme under section 80CCD shall not be included in the 1,50,000. അപ്പോൾ നമ്മളോട് 80CCD വരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 1,50,000 എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിന് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യാം, ഒരു 50,000 കൂടി നമുക്ക് ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് 80D. 80Dയിൽ പറയുന്ന ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. നമ്മൾ നേരത്തെ ലൈഫ് ഇൻഷുറൻസ് ആണ് 80Cയിൽ പറഞ്ഞത്, മാറിപ്പോകാൻ പാടില്ല. ഇത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. The deduction is allowed to individuals and HUF. ഇതും ഇൻഡിവിജ്വൽസിനും HUFനും ഉള്ളതാണ്. A maximum of rupees 25,000 is allowed as deduction for medical insurance premium paid for self, spouse and dependent children. ഇവിടെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം മേജർ ചിൽഡ്രൻ അല്ലെ ജോബുള്ളത് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം സെൽഫിന് ഇൻഡിവിജ്വലിന് എടുക്കാം, അയാളുടെ സ്പൗസ്, അതേപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ്റെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് മാക്സിമം എത്രയാണ് പറയുന്നത്, 25,000 ആണ് ഇവിടെ പറയുന്നത്. If the SSC is a senior citizen, the maximum deduction will be rupees 50,000. ഇനി SSC നമ്മുടെ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാക്സിമം ലിമിറ്റ് 50,000 ആവും. ഇപ്പോൾ രണ്ട് മാക്സിമം ലിമിറ്റ് ഉണ്ട്, നോർമലി 25,000, സീനിയർ സിറ്റിസണിന് 50,000. An additional deduction up to rupees 25,000 will be allowed in respect of medical insurance premium paid for ensuring the health of parents even if they are not dependent. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് സെൽഫ്, അതേപോലെ സ്പൗസ്, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, ഇവരെ മൂന്നാളുടെയും കൂട്ടിയിട്ടാണ് 25,000 പറഞ്ഞത്. അപ്പോൾ അതൊരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള SSC ആണെങ്കിൽ അത് 50,000 വരെ പോവാം. ഇത് കൂടാതെ ഒരു 25,000 കൂടി നമുക്ക് ക്ലെയിം ചെയ്യാം. എപ്പോഴാണ് നമ്മൾ പാരൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു 25,000 കൂടെ നമുക്ക് ക്ലെയിം ചെയ്യാം. ഇഫ് ദ പാരൻസ് ആർ സീനിയർ സിറ്റിസൺ, ദിസ് ഡിഡക്ഷൻ വിൽ ബി 50,000 ഇൻസ്റ്റെഡ് ഓഫ് 25,000. ദ പ്രീമിയം മസ്റ്റ് ബി പെയ്ഡ് ഇൻ എനി മോഡ് അതർ ദാൻ ക്യാഷ്. അപ്പോൾ ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഈ കൺസിഡറേഷൻ ഒന്നും ഇല്ല. ക്യാഷ് അല്ലാത്ത പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു SSC ഉണ്ട്, അപ്പോൾ അയാളുടെ പേരിലും വൈഫിൻ്റെ പേരിലും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരിലും അതേപോലെ തന്നെ ചൈൽഡിൻ്റെ പേരിലും എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്ന 25,000. ഇനി അയാളുടെ പാരൻറ്റിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 25,000 കൂടെ കൂട്ടി 50,000 മൈനസ് ചെയ്യാം. ഇനി പാരൻറ്റ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് ഈ 25,000ഉം പാരൻറ്റിൻ്റെ 50,000 കൂടി 75,000 മൈനസ് ചെയ്യാം. ഇനി ഈ SSCയും കൂടി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ 50,000, SSCയുടെ 50,000ഉം പാരൻസിൻ്റെത്, SSC സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പാരന്റ് എന്തായാലും സീനിയർ സിറ്റിസൺ ആയിരിക്കും, അപ്പോൾ അവിടെ ഒരു 50,000 കൂടി 1 lakh മൈനസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കേണ്ടത് നമ്മൾ സീനിയർ സിറ്റിസൺ ആണോ നോക്കണം, പിന്നെ ആർക്കാണ് എടുത്തിരിക്കുന്നത്. പാരന്റ് ആണെങ്കിൽ എക്സ്ട്രാ ഒരു എമൗണ്ട് കൂടി ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 80DD ആണ്. ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ഇൻക്ലൂഡിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾസ്. ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന മെയിൻ്റനൻസ്, അതിൻ്റെ കൂടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, ഇതിനൊക്കെയുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ 80DD എന്ന് പറയുന്നത്. ദ ഡിഡക്ഷൻ ഈസ് അലൗഡ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് HUF. ഇത് ഇൻഡിവിജ്വൽസിനും ഉണ്ട് HUFനും ഉണ്ട്. HUFന് വരുമ്പോൾ അവരുടെ മെമ്പേഴ്സിൻ്റെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. The amount paid for the medical treatment of a dependent disabled or amount deposited under the scheme by LIC or any other insurance company for maintenance of disabled dependent is allowed as deduction. അപ്പോൾ നമ്മൾ ആക്ച്വലി അതിൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസിൽ എന്തെങ്കിലും LICയോ അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും ഇതിന് കൺസിഡർ ചെയ്യാം. The amount of deduction available is rupees 75,000 and in case of severe disability it is rupees 1,50,000. അപ്പം നമ്മൾ ഡിസബിലിറ്റിയുടെ എമൗണ്ട് പറയുന്നത് 75,000 ആണ് നോർമൽ കേസിലാണെങ്കിൽ. സിവിയർ ഡിസബിലിറ്റി പറയുകയാണെങ്കിൽ അത് 1,25,000 ആണ്.
ഡിപ്പെൻഡന്റ് ഇൻക്ലൂഡ് ഡിപ്പെൻഡന്റ് ഇവിടെ പറയുന്നത് സ്പൗസ്, ചിൽഡ്രൻ, പാരന്റ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹൂ ഹാവ് നോട്ട് ക്ലെയിംഡ് ഇൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80U ഇൻ കമ്പ്യൂട്ടിംഗ് ഹിസ് ഇൻകം. അപ്പോൾ ഇതിന് നമുക്ക് SSCക്ക് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും അണ്ടർ 80Uല്. അപ്പോൾ ആ SSC 80Uല് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിലാണ് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ SSCക്ക് അത്രയും ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ SSC തന്നെ ആ എമൗണ്ട് നമ്മൾ അവിടെ 80Uല് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ക്ലെയിം ചെയ്യാത്ത കേസിൽ മാത്രമേ ആ SSC ആരുടെയാണോ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. For claiming the deduction, the SSC has to furnish a copy of the certificate issued by medical authority. മെഡിക്കൽ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വേണം ഇവിടെ. ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതേപോലെ അത് എത്ര പെർസെൻറ്റേജ് സിവിയർ ആണോ എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്പെൻഡ് ചെയ്ത എമൗണ്ട് അല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ മെഡിക്കൽ ഇൻഷുറൻസിൽ പറഞ്ഞില്ലേ മാക്സിമം 25,000 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ മാക്സിമം 25,000 പറയുന്ന പോലെ ഇവിടെ മാക്സിമം അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഒരു എമൗണ്ട് അങ്ങ് പറയുകയാണ് അല്ലേ. നേരത്തെ കേസിലാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ടും നമ്മുടെ മാക്സിമം കമ്പയർ ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു പേഴ്സണിന് ഡിസബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 75,000 മൈനസ് ചെയ്യാം. സിവിയർ ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 1,25,000 മൈനസ് ചെയ്യാം. ഇവരെ നോക്കുന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് എമൗണ്ട് എന്തെങ്കിലും ഡെപ്പോസിറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര എമൗണ്ട് മൈനസ് ചെയ്യാം. പേയ്മെൻറ്റ് നടത്തിയ എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് 80DDB ആണ്. എനി എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ഫോർ ദ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സച്ച് ഡിസീസ് ആസ് മേ ബി സ്പെസിഫൈഡ് ഫോർ ഹിം ഓർ ഡിപ്പെൻഡൻറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇപ്പോൾ ഒരു സ്പെസിഫൈഡ് ഡിസീസിന് വേണ്ടിയിട്ട് അയാൾക്കോ ഫോർ ഹിം അല്ലെങ്കിൽ അയാളുടെ ഡിപ്പെൻഡൻറ്റിനോ വരുന്ന ഒരു സ്പെസിഫൈഡ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്, അതാണ് നമ്മൾ ഇതിൽ വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ 80DDBയിൽ പറയുന്നത്. ദ സ്പെസിഫൈഡ് ഡിസീസ് ഇൻക്ലൂഡ് ക്യാൻസർ, എയ്ഡ്സ് എക്സെട്ര. സ്പെസിഫൈഡ് ഡിസീസ് എന്താണെന്ന് സെക്ഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യാൻസർ, എയ്ഡ്സ് പോലത്തെ രോഗങ്ങളാണ്. The amount of deduction will be actual amount spent or ₹40,000 whichever is less. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യണം. 80Dയിലെ പോലെയല്ല 80DDയിലെ പോലെയല്ല 80DDBയിലാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ഓർ ₹40,000 whichever is less. If the amount is paid in respect of a senior സിറ്റിസണിന് വേണ്ടിയാണ് പേ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് നമുക്ക് 1 lakh വരെ എഴുതാം. എന്നുവെച്ചാൽ നമ്മൾ എമൗണ്ട് സ്പെൻഡ് ഓർ 1 lakh whichever is less ആയിരിക്കും അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫോർ ഗെറ്റിംഗ് ദിസ് ഡിഡക്ഷൻ ദ SSC ഹാസ് ടു ഫർണിഷ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ സ്പെഷ്യലിസ്റ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വർക്കിംഗ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അലോങ് വിത്ത് ദ റിട്ടേൺ. അപ്പം ഇതിന് നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, ഇന്ന അസുഖം അയാൾക്ക് ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെയുള്ള സർട്ടിഫിക്കറ്റ് വേണം. The dependent includes spouse, children, parents, brothers and sisters. ഇപ്പം ഇത്രയും ആൾക്കാർക്കുള്ള എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് 80E ആണ്. അപ്പോൾ അത് 80Eയിൽ പറയുന്നത് ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ്, അതാണ് ഇതിൽ വരുന്നത്. ലോൺ എമൗണ്ട് അല്ല പറയുന്നത്, ലോണിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് മാത്രമാണ്, പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ഹൗസിംഗ് ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ റീപേയ്മെൻറ്റ് എമൗണ്ട് എന്നാണ് പറഞ്ഞത്, ഇൻട്രസ്റ്റ് അല്ല. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് 80Eയിൽ. To claim the deduction, the loan must have been taken from a financial institution for the purpose of pursuing higher education of the SSC or his relative. ഒന്നുകിൽ SSCക്ക് ആവാം അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്പൗസ് ഓർ ചിൽഡ്രൻ. അപ്പോൾ ഇവരുടെ ഒക്കെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എടുത്തിട്ടുള്ള ലോണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണ്. ഹയർ എഡ്യൂക്കേഷൻ മീൻസ് എനി കോഴ്സ് പേഴ്സ്ഡ് ആഫ്റ്റർ പാസിംഗ് സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷന് ശേഷമുള്ള കോഴ്സിനാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദി ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ വെൻ ദ SSC starts paying interest and 7 succeeding assessment year or until the interest is fully paid whichever is earlier. അപ്പം നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണോ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ തുടങ്ങുന്നത് ആ ഇയർ മുതൽ 7 വർഷം വരെ, അല്ലെങ്കിൽ ആ ഇയർ മുതൽ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി പേ ചെയ്ത് തീരുന്ന ഇയർ വരെ. അങ്ങനെയാണ് നമുക്കിതിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഹെഡെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കോമൺലി പറയുന്ന 80 ഡിഡക്ഷൻസ് എന്നാണ്. ഇത് ഏതൊക്കെ സെക്ഷനിൽ വരും? 80C മുതൽ 80U വരെയുള്ള സെക്ഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഡിവിജ്വലിൻ്റെ ആവശ്യമുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഇപ്പോൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 80C ആണ്. 80Cയിൽ കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം, ഓർത്ത് വെച്ചാൽ മതി, ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള എല്ലാം ഓർത്ത് വെക്കാം. എല്ലാം കൂടി ആഡ് ചെയ്ത് 1,50,000 ആണ്. 80CCC ഉണ്ട്, 80CCD ഉണ്ട്. 80CCDയിൽ നമുക്കൊരു എക്സ്ട്രാ 50,000 എടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ 80D പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ്. 80D എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ള ഡിപ്പെൻഡൻറ്റിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് 80DDB ആണ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിസീസിനുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഇതിൽ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചത് 80E ആണ്, എന്തായിരുന്നു അതിൽ വരുന്ന ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എടുത്തിട്ടുള്ള ലോണ്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് പ്രോബ്ലം ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേഷന് പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത് 80C മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മുടെ ടാക്സ് കാൽക്കുലേഷൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ആ കംപ്ലീറ്റ് പ്രോബ്ലത്തിലായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊന്നും ഞാൻ പ്രോബ്ലമായിട്ട് ചെയ്യാതിരുന്നത്. ഇതൊക്കെ റൂൾസൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.